കനത്ത മഴയിൽ ദേവികുളം താലൂക്കിന്റെ പല മേഖലകളിൽ വൻ നാശനഷ്ടം. ദേശീയപാത 85-ൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ഇതോടൊപ്പം മരം കടപുഴകി വീണത് ഗതാഗത തടസ്സത്തിനും കാരണമായി. ദേവികുളം താലൂക്കിന്റെ എല്ലാ മേഖലകളിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു. ദേശീയപാത 85-ൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. അടിമാലി സർക്കാർ ഹൈസ്കൂളിന് സമീപം പാതയോരത്തെ മൺതിട്ടയിടിഞ്ഞ് വീഴുകയും മരം കടപുഴകി റോഡിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. അടിമാലി ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അടിമാലി കാഞ്ഞിരവേലിയിൽ കനത്ത മഴയിൽ പ്രദേശവാസിയായ അനീഷിന്റെ വീട് പൂർണ്ണമായും തകർന്നിരുന്നു. കരടിപ്പാറയ്ക്ക് സമീപവും റോഡിലേക്ക് മണ്ണും മരവും ഇടിഞ്ഞെത്തി ഗതാഗതം തടസ്സപ്പെട്ടു. അടിമാലി കോയിക്കക്കുടി ജംഗ്ഷന് സമീപം പപ്പട നിർമ്മാണ യൂണിറ്റിനുള്ളിലേക്ക് കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ മൺതിട്ട ഇടിഞ്ഞു വീണിരുന്നു. കരടിപ്പാറയ്ക്ക് സമീപവും റോഡിലേക്ക് മണ്ണും മരവും ഇടിഞ്ഞെത്തി ഗതാഗതം തടസ്സപ്പെട്ടു. മരവും മരശിഖരങ്ങളും ഒടിഞ്ഞു വീണ് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. കല്ലാർ മാങ്കുളം റോഡിൽ തളികത്തിന് സമീപവും വിരിപ്പാറ പാലത്തിലും വെള്ളം കയറി. അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകളും തുറന്നു. ന്യൂസ് ബ്യൂറോ, ദേവികുളം.